രാമ 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 പാഹി മാം രാമ 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 പാഹി മാം. പാടിയോ ഇന്നേ പാട്ട് പാടണം. साक्षात् परब्रह्म तस्मै श्री വേദത്തിനും അഖില ജഗത്സാക്ഷി വേദാന്തികൾക്കും ലോലംബം യോഗികൾക്കും ഹൃദയകുവലയത്തിങ്കലാതങ്കഹീനം കാലൻ കംസാദികൾക്കും പലതുമിതുവിധം കേളിയാടും യശോദാബാലൻ ഗോപാലകൃഷ്ണൻ തിരുവടി കരുണാവാങ്കമിങ്ങേരിടട്ടെ. കോടക്കാർ വർണ്ണനോടക്കുഴലൊടു കഴിവിട്ടോടി വന്നമ്മ തൻ്റെ മാടൊക്കുമ്പോൾ മുലപ്പാലമിത രുചി ഭുജിച്ചാസ്വദിക്കും ദശായം ഓടിക്രീഡിച്ചു വാടിയിടിനവദന കലാനാഥ ധർമാമൃതത്തെ കൂടെ കൂടെ തുടയ്ക്കും സുഹൃതനിധി യശോദാകരം കൈത്തൊഴുന്നേൻ. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സൽ കൗസ്തുഭമിടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗദാ പങ്കജമിതി വിലസും 4 തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലം പൂരേൻ മംഗളം വാ. മാലോകർക്കുമതി പ്രമോദമരുളും ശ്രീമൻ മഹാഭാരതം ചേലോലും തതുപജ്ഞമായി വിലസും ശാകുന്തളം നാടകം ഈ ലോകോത്തര സൃഷ്ടി രണ്ടുമതുലം ചേലൊത്ത വാലത്തിതന്നാലോലാമല നീല നീരജ വിളിത്തുമ്പിൻ്റെ വമ്പല്ലയോ. ഇപ്പാരിടങ്ങളിഹ തീർപ്പാനും അൻപിനോടു കാപ്പാനും അന്ത്യസമയേ
കൽപ്പാന്തവാരിധിയിലെ പാടുമേ കഥ കഴിപ്പാനുമെൻ പശുപതേ കെൽപ്പാർന്ന നിന്നുടെ കളിപ്പാവയാമെളിയൊരിപ്പാമരൻ പെരുവനത്തപ്പാ ഭവാമയമൊഴിപ്പാൻ ഭജിപ്പുതവ തൃപ്പാദ പങ്കജയുഗം. കൽക്കണ്ടം മുന്തിരി പഴം പാൽ പൊരിമലരവിലപ്പം കുളം നാളികേരം ഈ കോപ്പെല്ലാം തരാം ഞാൻ കുടവയറിതു തിന്നൊട്ടു വീർപ്പിച്ചൊരോട്ടതൃക്കണ്ണിട്ടെന്നെ രക്ഷിക്കുക തുഹിനഗിരി പെൺകിടാവിൻ കിടാവേ. ഈ മട്ടിൽ പൂനില പുഞ്ചിരി വിതറി വിളങ്ങുന്ന വെൺതിങ്കളും വിണ്ണാകെ ചുറ്റുന്ന താരാഗണം ഒരു ജപം പൂണ്ടു വീയുന്ന കാറ്റും കല്ലോലത്തല്ലിനാലേ പടുപടഹമടിക്കുന്ന വാരാശിതാനും ചൊല്ലിയിടുന്നെന്ത് സർവേശ്വര മഹിമ പുകഴ്ത്തുന്നതൊന്നല്ല എങ്കിൽ. കാളി കൂളി കരാള ഭൈരവ പിശാചാളീയരാളീകൃതവ്യാളി ഭൂത കപാലി ഗോദ്ഗളിത വേദാളി കുലക്ഷേളിതം കേളീജംകൃത ഭേരിവാദനരവ സ്ഥൂളീകൃതം താണ്ഡവേ ധൂളീധൂസരിതം സ്ഥിരോത്തരദിശി വ്യാളീനമാളീജനം. കണ്ടാലെന്താണ് കാലത്തസിതഘന മനോഹാരിതൻ വാഗചാർത്തിക്കൊണ്ടുള്ള നിൽപ്പ് മന്ത്രാന്വിത നച്ചന്ദനസുരവിലമായി പട്ടണിഞ്ഞാഭകോലും തണ്ടാർ കണ്ണന്റെ രൂപം ഹരിചരണമുപാസിക്കുവാനോ ഞെരുക്കം. നമുക്കെതിരിനി കാണാകുമേനാക്ഷിയാൽ ദീപത്താലിരുൾ അക്ഷരപ്പൊരുളിനാൽ അജ്ഞാനമക്ഷാന്തിയാൽ കോപം ദൈന്യം ഉദാരദാനമതിനാൽ ദാരിദ്ര്യമർത്ഥത്തിനാൽ പാപം പുണ്യകൃതങ്ങളാലും അകലെ പോക്കാം എതിർത്തെത്തുമീ ആപത്തീശ്വര ചിന്തയാലും അകമേ കൊണ്ടാടു ദീപാവലി. പോരാതായി ചികിത്സാവിധികൾ മുഴുവനും വൈദ്യരോ കൈയൊഴിച്ചു നേരാതെ ബാക്കിയായിട്ടിനിയൊരു വഴിപാടുകളില്ല. ഓരാതോരോ തരം ഞാൻ നമുക്കെതിരിനി കാണാകുമേനാക്ഷിയാൽ ദീപത്താലിരുൾ അക്ഷരപ്പൊരുളിനാൽ അജ്ഞാനമക്ഷാന്തിയാൽ കോപം ദൈന്യം ഉദാരദാനമതിനാൽ ദാരിദ്ര്യമർത്ഥത്തിനാൽ പാപം പുണ്യകൃതങ്ങളാലും അകലെ പോക്കാം എതിർത്തെത്തുമീ ആപത്തീശ്വര ചിന്തയാലും അകമേ കൊണ്ടാടു ദീപാവലി. പോരാതായി ചികിത്സാവിധികൾ മുഴുവനും വൈദ്യരോ കൈയൊഴിച്ചു നേരാതെ ബാക്കിയായിട്ടിനിയൊരു വഴിപാടുകളില്ല. ഓരാതോരോ തരം ഞാൻ അദ്ദേഹം പറഞ്ഞത് അഭിമാനത്തോടു കൂടി കുട്ടികൾ ആരും കൈ പൊക്കിയില്ല എന്നുള്ളതാണ്. ഈ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റും, വളരെ കൃത്യമായിട്ടും അത് സംശയമില്ലാതെ ചെയ്യാൻ പറ്റും. എന്തായാലും രാഷ്ട്രീയത്തെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ ഒരു ദിവസം ഇത്രയും സമയം ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് ഞങ്ങളൊപ്പം കൂടാനും ഇത്രയും ഭംഗിയാക്കി തരാനും മനസ്സ് കാണിച്ചതിൽ ഞങ്ങളുടെ ഗ്രാമത്തിന്
മുഴുവനായി നന്ദി പറയാനുള്ള ഒരു അവസരമുണ്ട്. തിരുമേനി എന്തോ പറയും കൂടി ഉണ്ട്. പ്രായത്തിൽ എല്ലാവരും റിട്ടയറൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. ഒരു ശ്ലോകം പഠിക്കാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ശ്ലോകം പഠിക്കാവുന്നവർ വളരെ കുറവാണ്. അതും ഈ സമയത്ത് അത് പഠിച്ചെടുത്ത് അത് ഓർമ്മിച്ച് ചെല്ലുക എന്നത്, ഇതൊന്നും പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ടല്ല ഇവർ ചെല്ലുന്നത്. ഓരോ ശ്ലോകത്തിന്റെ മൂന്നാമത്തെ വരിയിലത്തെ ആദ്യത്തെ അക്ഷരം നോക്കിയിട്ടാണ് ഇവർ ചെല്ലുന്നത്. അപ്പോ ഈ റിട്ടയറായ പ്രായത്തിലും ഇത് പഠിച്ചു ചെല്ലാനുള്ള അവരുടെ ആ തയ്യാറെടുപ്പുണ്ടല്ലോ, അതിനെ ഞാൻ നമിക്കുന്നു. എത്ര എല്ലാവരും അവരിവിടെ വന്ന് ചെല്ലില്ലോ, അത് നമുക്കൊക്കെ ആ ദിനാണ് അവർക്ക് കയ്യടി കൊടുക്കേണ്ടത്. അവരെല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ കൂടിയിട്ട് എൻ്റെ മനസ്സോട് കൂടിയിട്ട് നമസ്കരിക്കുന്നു. എന്തായാലും ഓക്കെ, പ്രമുഖ വ്യക്തിയിൽ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ബാങ്കിലെ വളരെ സീനിയർ ഉദ്യോഗസ്ഥരുടെ റിട്ടയർ ചെയ്താണ്. അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വം വിളിക്കുന്നു. ജി കൃഷ്ണൻ എന്ന അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവരും സുപരിചിതനാണ്. അദ്ദേഹം ഏറ്റുവാങ്ങാൻ നിങ്ങളോടും ഒന്ന് സാദരം ക്ഷണിക്കുകയാണ്. ചേട്ടാ, താങ്ക് യു മധു. അപ്പോൾ ഈ സമ്മാനദാനം ചെയ്യുന്നതിന് മുമ്പ് 2 വാക്ക് പറയാൻ തോന്നി. ഒന്ന്, വളരെ നന്നായിട്ട് ചൊല്ലി. ഇതിൻ്റെ ഒരു ക്ഷമാപണത്തിൻ്റെ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ നമ്മുടെ നാരായണ നമ്പൂരി പറഞ്ഞ മാതിരി റിട്ടയേർഡ് ആയതിനു ശേഷം ഈ ശ്ലോകങ്ങൾ പഠിക്കാൻ, ഞാനും കുറേ ശ്ലോകങ്ങളൊക്കെ പഠിക്കാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ 2 ശ്ലോകത്തിലും കൂടുതൽ എനിക്ക് ചൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ അവർ ഇപ്പോഴും ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ നമ്മളെ കേൾപ്പിക്കാൻ ഇവിടെ വന്നു. നമ്മളാണ് അനുഗ്രഹീതർ, ഇവരെ കേൾക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്. പിന്നെ ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ അടുത്ത് നമ്പ്യാത്തൻ നമ്പൂതിരിയാണ് ഇരുന്നിരുന്നത്. അദ്ദേഹം അക്ഷരശ്ലോകമൊക്കെ ഏതാണ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങുണ്ടല്ലോ, അങ്ങ് ഇരുത്തുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ശ്ലോകങ്ങൾ ചൊല്ലാനുള്ള സ്റ്റോക്ക് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ്. അതും വൃത്തം മാറി മാറി ശ്ലോകങ്ങൾ, അത്രയും പ്രഗത്ഭനാണ് ഇദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു സുഹൃതമായിട്ട് നമ്മൾ കരുതുന്നു. താങ്ക് യു. എല്ലാവരും സാധിക്കുന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആ പ്രോത്സാഹനം നിങ്ങൾ ഹൃദയത്തിലുള്ളതായിരിക്കണം എന്നും കൂടി അപേക്ഷിക്കുകയാണ്.